നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്ന സബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ തേർഡ് മോഡ്യൂൾ ആണ് തുടങ്ങാൻ പോകുന്നത്. തേർഡ് മോഡ്യൂൾ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളൊന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യൂ. ഞാൻ 2 മിനിറ്റ് സമയം തരാം. ഒന്ന് ഗൂഗിൾ ഫോംസിൽ പോയിട്ട് എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യൂ. അപ്പൊ നമുക്ക് നമ്മുടെ മോഡ്യൂളിലേക്ക് കിടക്കാം. നമ്മൾ തേർഡ് മോഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തേർഡ് മോഡ്യൂളില് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. പിന്നെ അതിലൊരു സ്റ്റോർ മാനേജ്മെന്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ കുറെ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സുകളെ കുറിച്ച്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതാണ് സെക്കൻഡ് മോഡ്യൂളും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ നോക്കുന്നത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. അതില് ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്സ് ഒന്ന് വായിച്ചു നോക്കാം. ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്യാമ്പസ്, അതുപോലെ ഇന്റേണൽ റിക്രൂട്ട്മെന്റ്സ്, ഓപ്പൺ മാർക്കറ്റ്, പിന്നെ ഫ്രം ഓപ്പണൻസ്. അതായത് നമുക്ക് എവിടുന്നാണ് ഹ്യൂമൻ റിസോഴ്സസ് കിട്ടുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ലേബറേഴ്സ്, അതുപോലെ അവിടെയുള്ള എല്ലാ ആൾക്കാരും, അതായത് മാനേജർ ആവാം, കോൺട്രാക്ടർ ആവാം, അല്ലെങ്കിൽ അങ്ങനത്തെ വേരിയസ് ലെവൽസിലുള്ള എല്ലാ ആൾക്കാരെയുമാണ് നമ്മൾ എന്തുദ്ദേശിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, പിന്നെ അതുപോലെ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ്, അവരുടെ സെലക്ഷൻ, അവരുടെ അപ്പോയിന്റ്മെന്റ്, അവരുടെ ട്രെയിനിങ്, അവരുടെ സർവീസിലുള്ള ട്രെയിനിങ്, അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ എങ്ങനെ നമുക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം, നമുക്ക് നമ്മുടെ ഒരു പ്രൊജക്റ്റിന്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇവരിലൂടെ ഇൻക്രീസ് ചെയ്യാം, അത് നോക്കാം. പിന്നെ അതുപോലെ ലേബർ വെൽഫെയർ മെഷേഴ്സ്, എന്തൊക്കെയാണ് പല ലേബർ വെൽഫെയർ മെഷേഴ്സ് എടുക്കുന്നത്. പിന്നെ അതുപോലെ ട്രേഡ് യൂണിയൻസിന്റെ റോൾ എന്താണ്, ഒരു ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ട്രേഡ് യൂണിയൻസിന്റെ റോൾ എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നമുക്കറിയാം, ലേബറേഴ്സ് ഇല്ലാതെ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്യണമെങ്കിലും അവിടെ ആര് വേണം? ലേബറേഴ്സ് വേണം. ആ ലേബറേഴ്സിനെ നോക്കി നടത്തുന്ന സൂപ്പർവൈസർ വേണം, കോൺട്രാക്ടർ വേണം, അതുപോലെ അവരുടെ മുകളിൽ ഒരു മാനേജർ വേണം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഹൈലി ലേബർ ഇന്റൻസീവ് എന്ന് നമുക്ക് പറയാം. പിന്നെ അതുപോലെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു പ്രൊജക്ടിന്റെ കോസ്റ്റ് എടുത്താൽ 40% ഓഫ് ദ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റും എന്തിനു തന്നെയാണ്? ഈ ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ടിയിട്ട് തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് HR എന്നുള്ളത്.
ഹ്യൂമൻ റിസോഴ്സ് എത്രത്തോളം ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം 40% ഓഫ് ദ ടോട്ടൽ കോസ്റ്റും എങ്ങട്ടാ പോകുന്നത്? ലേബറേഴ്സിനാണ്. അതായത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ള ശമ്പളം, സാലറി ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എഫിഷ്യൻസി, അതായത് ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആക്കണമെങ്കിൽ, അതായത് പ്രോഫിറ്റബിലിറ്റി കൂട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഇഫക്റ്റീവ്നെസ് കൂട്ടണം. അതായത് അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെയും ഇഫക്റ്റീവ്നെസ് കൂട്ടണം, ഇഫക്റ്റീവ് ആവണം. അവർ ചെയ്യുന്ന പണി ഇഫക്റ്റീവ് ആയാലല്ലേ നമുക്ക് നമ്മുടെ വർക്ക്, ഓവറോൾ വർക്ക് പ്രൊഡക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, സോ അവരുടെ എഫിഷ്യൻസി കൂട്ടണം. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന വേറെ റിസോഴ്സസിനെ പോലെയല്ല. അതായത് വേറെ റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ മെഷീനറി അതൊരു റിസോഴ്സസ് ആണ്. പിന്നെ മണി അതൊരു റിസോഴ്സ് ആണ്. പിന്നെ അതുപോലെ മെറ്റീരിയൽ, നമുക്ക് വേണ്ട കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അതൊരു റിസോഴ്സ് ആണ്. അപ്പൊ ഇവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ റിസോഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ വൺ വിത്ത് ഇമോഷൻ ആൻഡ് ഫീലിങ്സ്. കാരണം മനുഷ്യന്മാർക്ക് ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. വയ്യായിക വരാം, പിന്നെ അവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഇസ് വൺ വിത്ത് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം? അപ്രോപ്രിയേറ്റ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് ഇസ് റിക്വയർഡ് ടു ഡീൽ വിത്ത് ദ ഹ്യൂമൻ റിസോഴ്സ്. ഒരു പ്രോപ്പർ എഞ്ചിനീയറിംഗ് വേണം ഈ ഹ്യൂമൻ റിസോഴ്സ് ഡീൽ ചെയ്യണമെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്. കാരണം HR ഡീൽ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർക്ക് ഈ HR എന്ന് പറയുമ്പോൾ ഓരോ ഹ്യൂമൻസിനും അവരുടേതായ ഫീലിങ്സ് ഉണ്ട്. പിന്നെ ഓരോ ഔട്ട് ടേൺ ഉണ്ട്. ഔട്ട് ടേൺ എന്ന് വെച്ചാൽ എന്താ? ഓരോരുത്തർക്കും ഒരാൾക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കിന്റെ കപ്പാസിറ്റി, അതാണ് ഔട്ട് ടേൺ. അപ്പൊ അതൊക്കെ നോക്കി വേണം നമ്മള് ഇത്ര ആൾക്കാരെ ഒരു വർക്കിൽ അപ്പോയിന്റ് ചെയ്യാൻ, അല്ലേ? അപ്പൊ ഇതൊക്കെ നോക്കി നടത്തുന്നത് ആരാണ്? HR മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അതായത് ഒരു HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ് ഹ്യൂമൻ റിസോഴ്സസിനെ നോക്കി നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് എമംഗ് റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് HR മാനേജ്മെന്റ് ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് കിട്ടുക നോക്കാം. ഹ്യൂമൻ റിസോഴ്സസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോളജബിൾ ഹ്യൂമൻ റിസോഴ്സ് ആണ് കേട്ടോ. അതായത് നമുക്ക് ലേബറേഴ്സ് അല്ല, അതിന് പുറമെ നമുക്ക് കാര്യങ്ങൾ നോക്കി നടത്താനുള്ള കഴിവുള്ള ഹ്യൂമൻ റിസോഴ്സസ്. അവരെ കിട്ടുന്ന സോഴ്സസ് എവിടെ നിന്നൊക്കെയാന്ന് നമുക്ക് നോക്കാം. കോളേജ് ക്യാമ്പസ്, ഓപ്പൺ മാർക്കറ്റ്, ഡാറ്റാ ബാങ്ക്സ്, ഓപ്പൺ ആൻഡ് ഓർഗനൈസേഷൻസ്, ഇന്റേണൽ പ്രൊമോഷൻസ്. അപ്പൊ നമുക്കിത് ഓരോന്നായി ഒന്ന് നോക്കാം. അപ്പൊ ആദ്യം പറയുന്നത് കോളേജ് ക്യാമ്പസ്. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ക്യാമ്പസ് വഴി റിക്രൂട്ട് ചെയ്യാം. അതാ നമ്മൾ പറയില്ലേ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്. അങ്ങനെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സസിനെ കിട്ടും. ആ ഒരു കമ്പനി എന്ത് ചെയ്യും? ക്യാമ്പസിലേക്ക് വന്ന് ആ ക്യാമ്പസിൽ നിന്ന് അവർക്ക് വേണ്ട സ്കില്ലുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്യും. അതാണ് ത്രൂ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴിയുള്ള ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? അങ്ങനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു കമ്പനിക്ക് യങ് ആൻഡ് എനർജറ്റിക് ബ്രെയിൻസിനെയാണ് കിട്ടുക, അല്ലേ? വളരെ ചെറിയ യങ് ആയിട്ടുള്ളതും അതുപോലെ നല്ല ഊർജ്ജസ്വലതയുള്ള എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളെ കിട്ടും. പിന്നെ അതുപോലെ അവർക്ക് അപ്പൊ പേയ്മെന്റ് അത്ര കുറച്ച് കൊടുത്താൽ മതി. അവര് ഫ്രഷേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പേയ്മെന്റ് കുറവാണെങ്കിൽ കമ്പനിക്ക് ലാഭമാണ് അവരെടുക്കുന്നത്, അല്ലേ?
പിന്നെ അതുപോലെ അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പൊ പഠിച്ചിറങ്ങിയ കുട്ടികളാണ്. അതുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്. ദേ ആർ ഈസിലി ട്രെയിനബിൾ. ഓക്കെ. പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് എന്താണ്? അവർക്ക് എക്സ്റ്റെൻസീവ് ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് ആ ഒരു ജോലി ചെയ്യാൻ വളരെയധികം ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ എന്നാൽ പോലും അവർക്ക് കൊടുക്കേണ്ട സാലറിയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പനിക്ക് ലാഭം എന്ത് തന്നെയാണ്? യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ക്യാമ്പസിൽ വന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റ് നടത്തി ചെറിയ കുട്ടികളെ എടുക്കുന്നത് തന്നെയാണ് എന്ത് കമ്പനിക്ക് ലാഭം, അല്ലേ? അപ്പൊ അതാണ് ഒരു സോഴ്സ് ഓഫ് HR, ഹ്യൂമൻ റിസോഴ്സ്. പിന്നെ അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ആണ്. അതായത് ത്രൂ അഡ്വർടൈസ്മെന്റ്സ്. നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇടും, നമുക്ക് ഇത്ര ഒരു കമ്പനി അഡ്വർടൈസ്മെന്റ് ഇടും, ഇത്ര ആവശ്യമുണ്ട്, ഇത്ര ജോലിക്കാരെ ആവശ്യമുണ്ട്, ഇത്ര ഇന്ന പോസ്റ്റിലേക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന അഡ്വർടൈസ്മെന്റ്സ് പലരും കണ്ടിട്ടുണ്ടാവും, അല്ലേ? പേപ്പറിൽ, ന്യൂസ് പേപ്പറിലും ഒക്കെ മാഗസിൻസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ആ ഒരു കമ്പനി ഓർ ഫേമിന് ഫ്രഷ് ആയിട്ടുള്ളവരെയും കിട്ടും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെയും കിട്ടും. നേരെ മറിച്ച് നമ്മുടെ ആദ്യത്തെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ എങ്ങനെയായിരുന്നു? ഫ്രഷേഴ്സിനെ മാത്രമാണ് കിട്ടുക. നേരെ മറിച്ച് ഓപ്പൺ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷേഴ്സിനെ കിട്ടും. അതുപോലെ ഇപ്പൊ പോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് എക്സ്പീരിയൻസ് ചോദിക്കും അവർക്ക് എക്സ്പീരിയൻസ് വേണം. അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും കിട്ടും. പക്ഷെ അവിടെ ഉള്ള ഒരു ഡ്രോബാക്ക് എന്താണ്? സ്ക്രീനിങ് ബുദ്ധിമുട്ടായിരിക്കും. അതായത് എന്ത് അടിസ്ഥാനത്തിലാണ് അയാളെ അപ്പോയിന്റ് ചെയ്യേണ്ടത് എന്ന് കമ്പനിക്ക് ഒരു തീരുമാനം എടുക്കണം. ആ ഒരു സ്ക്രീനിങ് പ്രോസസ് വിൽ ബി മോർ ടീഡിയസ്, കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. പിന്നെ അടുത്തതാണ് ഡാറ്റ ബാങ്ക്. ഡാറ്റ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള HR ഏജൻസീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടുന്ന് HR-നെ റിക്രൂട്ട് ചെയ്യാം, ഹ്യൂമൻ റിസോഴ്സസിനെ റിക്രൂട്ട് ചെയ്യാം. അപ്പൊ അതെന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ആ ഒരു ആളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ബയോഡാറ്റ ഇവർക്ക് ലഭിക്കാൻ എളുപ്പമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ. കാരണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അവര് ഒരാള് രജിസ്റ്റർ ചെയ്താൽ അയാളുടെ കംപ്ലീറ്റ് ബയോഡാറ്റ കൊടുക്കും അയാള്, അല്ലേ? അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അയാളുടെ എക്സ്പീരിയൻസ് എന്താണ്, അയാളുടെ സ്പെസിഫിക് സ്കിൽസ് എന്താണ്, അങ്ങനെ ഫുൾ ബയോഡാറ്റ കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു കമ്പനിക്ക് അത് എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. എന്നുവെച്ചാൽ അവർക്ക് ആ സ്ക്രീനിങ് പ്രോസസ് വിൽ ബി മോർ സിമ്പിൾ. ഓക്കെ. അപ്പൊ അതാണ് ഡാറ്റ ബാങ്ക്സ്. അപ്പൊ അവർക്ക് ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ, അതുപോലെ എക്സ്പീരിയൻസ്, അതുപോലെ അവരുടെ സ്കിൽസ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പൊ അത് നമ്മുടെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരാളെയാണ് തിരഞ്ഞെടുക്കുക. പിന്നെ അതുപോലെ അടുത്തൊന്നാണ് ഓപ്പണന്റ് ഓർഗനൈസേഷൻസ്. ഓപ്പണന്റ് എന്ന് വെച്ചാൽ എന്താ? ഓപ്പണന്റ് എന്ന് വെച്ചാൽ നമ്മുടെ എതിരാളികൾ. അതായത് ഇപ്പോ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എൻ്റെ എതിരാളി, എൻ്റെ അതേപോലെ ബിസിനസ് നടത്തുന്ന വേറൊരാള്, അതേ സെക്ടറിൽ ബിസിനസ് നടത്തുന്ന വേറൊരാൾ, അയാളെയാണ് എന്ത് പറയാ? ഓപ്പണന്റ്. ഇപ്പൊ നമുക്ക് കുറെ മൊബൈൽ കമ്പനീസ് ഉണ്ട്. അപ്പൊ ഇപ്പോ BSNL ഒരു മൊബൈൽ കമ്പനി, അവരുടെ ഓപ്പണന്റ്സ് ആരൊക്കെയാണ്? എയർടെൽ, ജിയോ, ഐഡിയ, അതുപോലത്തെ അതുപോലത്തെ ഓപ്പണന്റ് കമ്പനീസ്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഓപ്പണന്റ് ഓർഗനൈസേഷൻസിൽ നിന്ന് ആൾക്കാരെ എടുക്കാം. അതും അങ്ങനെയും ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം. അത് മെയിൻലി ഇങ്ങനെ ഈ ഓപ്പണന്റ് ഓർഗനൈസേഷൻസിൽ നിന്ന് എടുക്കുന്നത് പൊതുവെ കോമ്പറ്റേറ്റീവ് സെക്ടേഴ്സ് ആണ്. എവിടെയാണോ കോമ്പറ്റീഷൻ കൂടിയത് അവിടെ എന്ത് ചെയ്യും? നമ്മള് ഓപ്പണന്റ് കമ്പനീസ് നിന്ന് ആൾക്കാരെ എടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു മൊബൈൽ ഫോൺ സർവീസ് പ്രൊവൈഡേഴ്സ്,
കുറേ മൊബൈൽ ഫോൺ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരാള് മറ്റേ മൊബൈൽ ഫോൺ കമ്പനിയിൽ നിന്ന് ആളെടുക്കും. കൂടുതൽ പാക്കേജും സാലറി പാക്കേജും ഫെസിലിറ്റീസും ഒക്കെ ഇവിടെ ഉണ്ട് ഓഫർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, അവിടെ ഉള്ള ഒരാള് ഇങ്ങോട്ടേക്ക് ചേരും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരു സെക്ടറാണ് ഇൻഷുറൻസ്. ഇപ്പൊ കുറേ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, ഇൻഷുറൻസ് ഏജൻസീസ് ഉണ്ട്. അപ്പൊ ഇവിടെയും ഇതേ കാര്യം നടക്കുന്നുണ്ട്. എതിരായ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഇപ്പൊ നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളെ കൂടുതൽ പാക്കേജ് ഒക്കെ കാണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, അങ്ങനെയും HR ഹ്യൂമൻ റിസോഴ്സസ് ലഭിക്കുന്നുണ്ട് ഒരു കമ്പനിക്ക്. പിന്നെ അതുപോലെ വേറൊന്നാണ്, അപ്പൊ ഒരു മിനിറ്റ്, നമ്മുടെ ഓപ്പണന്റ് ഓർഗനൈസേഷൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് അവിടുത്തെ മെയിൻ ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് മോസ്റ്റ് എഫിഷ്യന്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസിനെ ലഭിക്കുന്നതാണ്. അപ്പൊ അവർക്ക് എന്തുണ്ട്, എല്ലാ ബിസിനസ് സ്റ്റാറ്റിക്സും അറിയാവുന്ന ആൾക്കാരെ നമ്മുടെ കമ്പനിയിലേക്ക് വിളിക്കും. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. ഇനി അടുത്തതാണ് ഇന്റേണൽ പ്രൊമോഷൻസ്. ഇന്റേണൽ പ്രൊമോഷൻ സ്കീം എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഉള്ളിൽ തന്നെ പ്രൊമോഷൻ കൊടുക്കുക. ആള് ആദ്യം ഒരു ചെറിയ സ്കെയിലാണ് വർക്ക് ചെയ്തതെങ്കിൽ അയാളുടെ സ്കെയില് കൂട്ടുക, അയാളെ തൊട്ട് മുകളിലേക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു സ്കീം. അത് ശരിക്കും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആണ്. ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിട്ട് പറയാം നമുക്ക് എന്ത്, ഇന്റേണൽ പ്രൊമോഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് ഒരു ഗുണം എന്ന് ചോദിച്ചാല്, ഒരു പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഒരാളെ കുറിച്ച്, ആ ഒരു വ്യക്തിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും. അയാളുടെ റെക്കോർഡ്സ് ഒക്കെ, അയാള് മുന്നേ വർക്ക് ചെയ്ത റെക്കോർഡ്സിനെ കുറിച്ച് നമുക്ക് പ്രൂവ്ഡ് ആണ്. അതായത് അയാൾ നന്നായി വർക്ക് ചെയ്യും എന്നുള്ള ഒരു കൃത്യമായ ധാരണയുണ്ട്. അപ്പൊ അയാള് ഹീസ് കേപ്പബിൾ ഓഫ് ഹയർ പൊസിഷൻസ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും നമുക്ക്. പിന്നെ അതുപോലെ അയാൾക്ക് കറന്റ്ലി വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിനെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. അതായത് ഹീസ് വെരി ഫെമിലിയർ വിത്ത് ദ സിസ്റ്റം, വിത്ത് ദ ഓർഗനൈസേഷൻ. അതുകൊണ്ട് കൂടുതൽ പഠിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ ഇതുകൊണ്ടുള്ള ഒരു ഡ്രോബാക്കും ഉണ്ട്. എന്താന്ന് വെച്ചാൽ there will be chances of personal ego. കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് തമ്മിൽ ഒരു ഈഗോ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരാൾക്ക് മാത്രം പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു ഈഗോ ഉണ്ടാവും, പേഴ്സണൽ ഈഗോ. അതുകൊണ്ട് അത് മാറ്റാൻ നമ്മൾ പൊതുവെ എന്താ ചെയ്യാന്ന് ചോദിച്ചാല്, ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കുന്നതോട് കൂടി ട്രാൻസ്ഫർ കൊടുക്കും. അതായത് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഇങ്ങനെ പൊതുവെ ഈ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിന് പുറമെ ഒരു ട്രാൻസ്ഫറും കൊടുക്കും. കാരണം ഇപ്പോ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന്റെ ഇടയിൽ ഒരു ഈഗോ വരാം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ കൊടുക്കുന്നത്. അപ്പൊ പുതിയൊരു സ്റ്റേഷനിൽ പോയി അവര് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ഏതൊക്കെ വിഭാഗങ്ങളിൽ വരാം. അവർ സ്കിൽഡ് ആവാം, അല്ലെങ്കിൽ സെമി സ്കിൽഡ് ആവാം, ഓർ അൺസ്കിൽഡ് വർക്കേഴ്സ് ആവാം. പക്ഷെ പൊതുവെ നമ്മുടെ ആ ഒരു വർക്കിന് ക്വാളിറ്റി കൊടുക്കുന്നത് ആരാണ്? സ്കിൽഡ് ലേബറേഴ്സ്, സ്കിൽഡ് വർക്കേഴ്സ് ആണ് നമ്മുടെ ഒരു പ്രൊജക്ടിന്റെ ക്വാളിറ്റി കൂട്ടുന്നത്. മെയിൻറ്റെയിൻസ് ദ ക്വാളിറ്റി ആൻഡ് ഓൾസോ ദേ പ്രൊവൈഡ് ഗുഡ് വർക്ക്മാൻഷിപ്പ്. ഒരു സ്കിൽഡ് ലേബർ ആയിരിക്കണം. ഇപ്പൊ ഇക്കാലത്തൊക്കെ നമുക്കറിയാം കൂടുതൽ ആൾക്കാരും എവിടുന്നാണ്, വേറെ പല സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവരാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലൊക്കെ കുറെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇപ്പത്തെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക. അതാണ് ഇപ്പത്തെ മെയിൻ കൺസ്ട്രെയിന്റ്. ഈ പുതിയ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് അതുപോലെ എക്യുപ്മെന്റ്സ് ഒക്കെ കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും
യൂസ് ചെയ്യാൻ ഈ വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുക. അങ്ങനെ ട്രെയിൻ ചെയ്ത് നന്നായി പണിയെടുക്കുന്ന ഒരാളായിരിക്കും സ്കിൽഡ് വർക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. അപ്പൊ ഒരു ഹ്യൂമൻ റിസോഴ്സ്, അതായത് അവിടുത്തെ ഹ്യൂമൻസ്, അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, അവരെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ അവരെ കറക്റ്റ് പോസ്റ്റിൽ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ ടഫ് ടാസ്ക്. അപ്പൊ നമ്മളൊരു ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരാളെ ഒരു പോസ്റ്റിൽ പ്ലേസ് ചെയ്താൽ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ഓക്കെ, പല പ്രോബ്ലംസും ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരാളെ പ്ലേസ് ചെയ്യേണ്ടിടത്ത് പ്ലേസ് ചെയ്യാൻ കുറെ സ്റ്റേജസിലാണ് നമ്മളൊരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ആ സ്റ്റേജസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, അപ്പോയിന്റ്മെന്റ്, ട്രെയിനിങ്, റീട്രെയിനിങ്, അതായത് ഇൻ സർവീസ് ട്രെയിനിങ്, സർവീസിൽ കയറിയിട്ടുള്ള ട്രെയിനിങ്. അതെന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ it is the process of attracting eligible candidates for a job. അതായത് നമ്മളൊരു കാൻഡിഡേറ്റിനെ ആ ഒരു കമ്പനി അട്രാക്ട് ചെയ്യാം. നമ്മൾ പോയിട്ട് ആ കമ്പനിയിൽ പോയി അപ്രോച്ച് ചെയ്യല്ല ചെയ്യുക. അവിടെ കമ്പനി നമ്മുടെ അടുത്തേക്ക് വരിക. ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നോക്കി ഒരു കമ്പനി ഇങ്ങോട്ട് വരുന്നതിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു എക്സാമ്പിൾ അറിയാലോ, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. കമ്പനി ഇങ്ങോട്ട് വന്നിട്ടാണ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ്. അവരെ അട്രാക്ട് ചെയ്യുക. എങ്ങനെയാണ് അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുക? നല്ല സാലറി പാക്കേജസ് കാണിച്ചിട്ട്, അതുപോലെ അവിടെ നല്ല ഫെസിലിറ്റീസ് കാണിച്ചിട്ട്. ഇപ്പൊ അവിടെ കമ്പനിക്ക് എന്താണ് നിൽക്കാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഫുഡിന്റെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ the people will be attracted. ഓക്കെ, അപ്പൊ അതാണ് റിക്രൂട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് കാൻഡിഡേറ്റിന്റെ അടുത്തേക്ക് വരും, rather than candidate approaching the organization. മനസ്സിലായോ? അപ്പൊ ഈ ആർമി റിക്രൂട്ട്മെന്റ് അതൊക്കെ ഇതിൽ ഉൾപ്പെടും കേട്ടോ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, അതുപോലെ ആർമി റിക്രൂട്ട്മെന്റ്സ്. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യും? ഒരു കോമൺ പ്ലേസിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തും. ഇപ്പൊ ആർമിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ക്യാമ്പസിലൊന്നും വരില്ല, നേരെ മറിച്ച് ഒരു കോമൺ പ്ലേസിൽ അവര് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വെക്കും. എന്നിട്ട് അവിടുന്ന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഈ റിക്രൂട്ട്മെന്റില് ഇനിഷ്യൽ സ്ക്രീനിങ് പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ. ആ റിക്രൂട്ട്മെന്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവര് വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും ഫർദർ സെലക്ഷൻ പ്രോസസ്സുകൾ ഉണ്ടാവും. അപ്പൊ അതും ക്വാളിഫൈ ചെയ്താലേ അവർക്ക് ആ ജോലി കിട്ടും. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി ദ സ്ക്രീനിങ് പ്രോസസ്. അപ്പൊ ആ റിക്രൂട്ട്മെന്റിൽ കിട്ടിയെങ്കിൽ അവർക്ക് ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല, വീണ്ടും ഫർദർ പ്രോസസ്സുകളൊക്കെ ഉണ്ടാവും. ഇനി അടുത്തത് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നോളജ്, അതുപോലെ സ്കില്ല്, ആ ഒരാളുടെ സ്കില്ലും പിന്നെ അയാളുടെ പേഴ്സണൽ ക്വാളിറ്റീസും വെച്ചിട്ടാണ് സെലക്ഷൻ നടക്കുക. അതായത് ഇപ്പൊ നമ്മളൊരു ഇത്ര ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് ഒരു ടെസ്റ്റ് കൊടുക്കുക, ഒരു നോളജ് ടെസ്റ്റ് കൊടുക്കുക, പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവാം, അതേപോലെ സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്താം, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്താം, GD ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്താം. അതുപോലെ എല്ലാത്തിലും ഫിറ്റ് ആയവരെ അവസാനം മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം ആർമി റിക്രൂട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. പോലീസ് ടെസ്റ്റില് നമുക്കറിയാം മെഡിക്കൽ ചെക്കപ്സ് വരും. പിന്നെ അതുപോലെ റെയിൽവേയിൽ ജോലി കിട്ടിയാലും മെഡിക്കൽ ചെക്കപ്സ് ഉണ്ടാവും.
പിന്നെ അവസാനം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ. അപ്പോൾ ഇതൊക്കെയാണ് സെലക്ഷന്റെ പല പ്രോസസ്സുകൾ. എന്തൊക്കെയാവാം? നോളജ് ടെസ്റ്റ്, അതുപോലെ സ്കിൽ ടെസ്റ്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, മെഡിക്കൽ ചെക്കപ്സ്, പേഴ്സണൽ ഇന്റർവ്യൂ, ഇതെല്ലാം എന്തിൽ വരും? സെലക്ഷൻ പ്രോസസ്സിൽ വരും. അപ്പൊ അങ്ങനെ ഈ സെലക്ഷൻ പ്രോസസ്സിൽ അവസാനം ഇവരിടുന്ന ലിസ്റ്റില് വരുന്ന കാൻഡിഡേറ്റ്സിനൊക്കെ എന്താണ്? ദേ ആർ ക്വാളിഫൈഡ് ഫോർ ദ പോസ്റ്റ്. അതായത് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ വരുന്നവരൊക്കെ ആ ഒരു പോസ്റ്റിന് ക്വാളിഫൈഡ് ആണ് എന്ന് വിചാരിച്ച് ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടില്ല. അതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ PSC ഇടുന്ന ഒരു നോളജ് ടെസ്റ്റ് ആണ് നമ്മുടെ PSC എക്സാമുകൾ. അതുപോലെ UPSC എക്സാമുകളിലൊക്കെ അവരൊരു റാങ്ക് ലിസ്റ്റ് അവസാനം ഇടും. പക്ഷെ ആ റാങ്ക് ലിസ്റ്റിലുള്ളവർക്കൊക്കെ ജോലി കിട്ടില്ല. റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ മെയിൻ ലിസ്റ്റിലൊക്കെ ആൾക്കാരെ എടുത്ത് തികയാതെ വന്നാൽ മാത്രമേ അവർ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉള്ള ആൾക്കാരെ നോക്കൂ. അപ്പൊ അതായത് റാങ്ക് ലിസ്റ്റിൽ വന്നവരെ മുഴുവൻ സെലക്ട് ചെയ്തോളണം എന്നില്ല. പക്ഷെ ഈ ആൾക്കാരെല്ലാം they are qualified for the post. ഓക്കെ. പിന്നെ അടുത്തതാണ് അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഈ സെലക്ട് ചെയ്തവരെ അപ്പോയിന്റ് ചെയ്യണം. അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് പോസ്റ്റിംഗ് ഓഫ് എ പേഴ്സൺ. ഒരാളെ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റിംഗ് ഓഫ് എ പേഴ്സൺ, അതാണ് അപ്പോയിന്റ്മെന്റ്. അപ്പോ ഒരു ഓർഗനൈസേഷൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്താൽ പിന്നെ അവിടെ ഒരു ട്രെയിനിങ് ഉണ്ടാവും. പല ഓർഗനൈസേഷൻസിലും ഉള്ളതാണ് ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ്, അല്ലെങ്കിൽ ഒരു അതൊരു ചെറിയ ഷോർട്ട് പീരീഡ് ട്രെയിനിങ് കൊടുക്കും. അതെന്തിനാ കൊടുക്കണേന്ന് ചോദിച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ ഉള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോലീസിൽ കിട്ടിയ ഒരാൾക്ക് പോലീസ് ട്രെയിനിങ് ഉണ്ട്. ആദ്യം ജോലി കിട്ടി ഒരു കുറച്ച് മാസം ട്രെയിനിങ് അണ്ടർഗോ ചെയ്യണം. അതുപോലെ ഒരു ഡ്രൈവിംഗ് പോസ്റ്റ് ആണെങ്കിലും, പിന്നെ അതുപോലെ ഒരു ടീച്ചർ ആണെങ്കിലും, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതുപോലെ ഏതൊരു സിവിൽ സർവീസ് പേഴ്സൺ ആണെങ്കിലും അവർക്കൊക്കെ എന്ത് വേണം? ഒരു ട്രെയിനിങ് അണ്ടർഗോ ചെയ്യണം. ഓക്കെ, അതാണ് ട്രെയിനിങ്. അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും they have to undergo a short training program. ഇനി അടുത്തത് റീട്രെയിനിങ്. റീട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? റീട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറന്റ്ലി അവർ ഏത് സിസ്റ്റത്തിലാണോ വർക്ക് ചെയ്യുന്നത്, ഏത് സർവീസിലാണോ ഉള്ളത്, അവിടെ ഉള്ള സിസ്റ്റത്തിന് ഒരു ചേഞ്ച് വന്നാൽ, if there is a change in the system, അവരെ അതിൽ ഒന്നും കൂടെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അങ്ങനത്തെ ട്രെയിനിങ് പ്രോഗ്രാംസിനെയാണ് ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേറെയും പേരുകളുണ്ട്. റിഫ്രഷർ ട്രെയിനിങ് എന്ന് പറയാം. അതല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ്, QIP. QIP എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ്. അതായത് അവിടെ ആ സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് വരികയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കമ്പ്യൂട്ടറൈസേഷൻ ഒക്കെ വന്ന കാലത്ത് പെട്ടെന്ന് ബാങ്ക് എംപ്ലോയീസിനൊക്കെ പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ എല്ലാ ഡാറ്റാസും എൻ്റർ ചെയ്യണം. അതുവരെ അവർക്ക് മാനുവലി ആയിരുന്നു, റെക്കോർഡ് ബുക്സിലായിരുന്നു. പക്ഷെ കമ്പ്യൂട്ടർ വന്ന സമയത്ത് എന്ത് പറ്റി? ഇവരെല്ലാം കമ്പ്യൂട്ടറിൽ ഡാറ്റ എൻ്റർ ചെയ്യണം. എല്ലാം പൈസ ട്രാൻസ്ഫറിങ് ഒക്കെ കമ്പ്യൂട്ടറിലാണ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ ചേഞ്ച് വന്നു അവിടെ. അപ്പൊ അതിനു വേണ്ടി അവരെ ആ ഉള്ള സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യിക്കണം. അതാണ് ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു സോഫ്റ്റ്വെയർ മാറിയാൽ, ഒരു കമ്പനിയിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ മാറിയാൽ അവിടെ ഉള്ള വർക്കേഴ്സിന് ഒരു ട്രെയിനിങ് കൊടുക്കണം. പുതിയ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ധാരണ കൊടുക്കണം. അതൊക്കെയാണ് റീട്രെയിനിങ്, അല്ലെങ്കിൽ ഇൻ സർവീസ് ട്രെയിനിങ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ്, QIP. അതുപോലെ തന്നെ ഇപ്പോ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഒരു സിലബസ് മാറിയാൽ ടീച്ചേഴ്സിന് QIP ഉണ്ടാവും.
ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം കൊടുക്കും. ആ ഒരു പുതിയ സിലബസിന്റെ ടോപ്പിക്സുകളെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതാണ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി അടുത്തത് ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ കാണാം.